നമ്മുടെ ലാലേട്ടൻ്റെ കേസ് നോവ പടത്തൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫാൻറ്റസി ജേനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് അഖിൽ ബാലസുബ്രഹ്മണ്യൻ വിത്ത് യു. കഴിഞ്ഞ ദിവസം നമ്മൾ JBR ആണ് പോയിട്ടുണ്ടായിരുന്നത്. JBRലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടിരുന്നത്. ഇന്നും പോണത് നമ്മൾ സെയിം മെട്രോയിൽ തന്നെയാണ്, മറീനയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. JBRന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. മറീന വാക്ക് എന്നാണ് അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. മറീന വാക്കിലെ സ്ട്രീറ്റിലൂടെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മറീന വാക്കിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ ഒന്നോളൂ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിവിടെ മറീനയിലെത്തി. ഇന്ന് ട്രമ്മിൽ എന്തായാലും പോകണില്ല. നമ്മൾ നേരെ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് മറീന വാക്കിലേക്ക് ഇറക്കാൻ പോകാം. തിരിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന മറീന വാക്കിലെ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നോക്കാം. ഓക്കെ, വരൂ. ഇപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതൊരു മെയിൻലി ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. ഒരുപാട് ആൾക്കാർ മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനൊക്കെ വാക്ക് ചെയ്യാനും റൺ ചെയ്യാനൊക്കെ വരുന്നൊരു സ്ഥലമാണ്. പിന്നെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ലക്ഷറീസ് ആയിട്ടുള്ള ബോട്ടുകൾ, യാട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നിന്നാണ്. അതൊരു വലിയൊരു അട്രാക്ഷനാണ്. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് ഈ ബോട്ടുകളുടെ ബ്യൂട്ടിയൊക്കെ കണ്ട് നമുക്കിങ്ങനെ ഇവിടുത്തെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് വാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏകദേശം ഒരു 4-5 കിലോമീറ്ററോളം നീണ്ടു ദൂരം നടക്കുന്ന ഒരു വലിയ ഏരിയ ഉണ്ട്. നമ്മളിത് മൊത്തം കവറൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് ഏരിയ മാത്രമാണ് നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്നുള്ളൂ. ഞാനിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് പണ്ടൊക്കെ, പക്ഷെ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷമൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ. അപ്പോൾ നമുക്കിത് കാഴ്ചയിലേക്ക് കിടക്കാം. ഓക്കെ. നമ്മളിനി ഈ ടാക്സിയിലാണ് പോകാൻ പോണത്. നമുക്ക് 10 dirhams കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്ത് തരും. നമുക്കിവിടെ ഇവിടെ മൊത്തം നമുക്ക് കറങ്ങി കാണാം. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ദുബായിൽ ഒരുവിധം എല്ലാ സ്ഥലത്തുണ്ട് ഇതുപോലത്തെ ഒരു ടാക്സി ഉണ്ട്. നമ്മൾ JBR പോയപ്പോൾ കിട്ടിയ സെയിം കാറ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് യെല്ലോ കളറാണെന്ന് മാത്രം. അപ്പോൾ ഈ കാറിൽ നമുക്ക് ടാക്സിയാണത്. ഈ കാറിൽ നമുക്ക് ഇവിടെ മൊത്തം എന്താ പറയുക, നടക്കാണ്ട് ഇവിടുത്തെ വ്യൂസ് നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതുപോലത്തെ കാറുകൾ ഒരുപാട് ഉണ്ട് ദുബായിൽ തന്നെ. ഒരുപാട് ഇൻഡോർ ആയിട്ടുള്ള ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടാക്സിയാണ്. അപ്പോൾ ഇത് വളരെ ഉപകാരമാണ്. നമുക്ക് കുറേ നടക്കാൻ മടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നടക്കാൻ മടി കണ്ടിട്ടല്ല, നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കൂടി കാണാം. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് കാഴ്ചകൾ ആസ്വദിക്കാം. ഓക്കെ. GoPro 9. Yeah, fine. This one good stabilization. Well, from here? Yeah, I buy from Benias. Okay. How price? 1,600 dirhams. 1,600. Yeah. Only camera, including any accessories? Everything. It's a bundle. 1,800 dirhams. 1,800 dirhams. This building is turning. This one. No turning, yeah. This
one? Yeah, this one, Sea and Tower. This is yes. Turning. No, not turning. No but turn. Only The side shape is like that. Oh, okay. But in the night you can it will be better to see. When lights are on. So many films they shooting from this side. They always shoot from that other side. Film. Bollywood film. Bollywood film. Yes, yes. Oh, I see. They shoot from the other side because from the other side the location is seen very good. Oh, okay. All the buildings you can show better. Oh. Bollywood, Shah Rukh Khan film, Malayalam film. Yes, yes, Malayali film. They some before 6 months or 5 months ago, Akshay Kumar come here. Oh, I see. Akshay Kumar. You see the Burj Khalifa song? Yeah. I saw. There is one scene is from there. Oh, I see. When you see the video song, you can see these buildings are all in the song. Oh. They shooting this side. ഫാമിലീസിനൊക്കെ ഈവനിങ്ങിലൊക്കെ വരാൻ പറ്റിയ ഒരു സൂപ്പറായിട്ടൊരു ഏരിയ കൂടിയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് JBR ബീച്ചൊക്കെ ഉള്ളത് ഏരിയ. നമുക്ക് ഈ ആ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ JBRക്കാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബീച്ചിൽ പോണവർക്ക് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ JBRൻ്റെ ബീച്ചുണ്ട്. അപ്പോൾ അങ്ങോട്ടും പോകാമെന്നുള്ളതാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത. ഇതെല്ലാം ലക്ഷറീസ് ആയിട്ടുള്ള ബോട്ടുകളാണ്. യാച്ച് എന്നാണ് പറയുന്നത്, യാട്ട്. അപ്പോൾ ഈ ബോട്ടുകൾക്കൊക്കെ റെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹവറിലേക്കാണ് 100 dirhams തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഓരോ പാക്കേജുകളാണ്. ഒരുപാട് പ്രൈവറ്റ് കമ്പനികളുണ്ട് ഈ ബോട്ടിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്യാബിൻസ് സൈഡിലൊക്കെ കണ്ടില്ലേ, സൈഡിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് റേറ്റുകളാണ്. മണിക്കൂറിന് 120, 100 dirham, പിന്നെ അങ്ങനെ തൊട്ട് 500, 1000 വരെയൊക്കെ റേറ്റുകളുണ്ട്. പെർ പേഴ്സൺ, ഫാമിലി പാക്കേജ്, അങ്ങനെയൊക്കെ ഒരുപാട് പാക്കേജുകളുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പോകുന്നില്ല, നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നത് ഭയങ്കര ബോറാണ്. ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാറുണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ലക്ഷറീസ് ആയിട്ടുള്ള ബോട്ടുകൾ. കണ്ടില്ല, നല്ല അടിപൊളി കിണക്കാച്ചി ബോട്ടുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമ്മളിവിടെ വെച്ചിട്ട് ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളി പറഞ്ഞതാണ് ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ ലാലേട്ടൻ്റെ KS നോവ പടത്തൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ആ സോങ് എടുത്ത് നോക്കിയപ്പോൾ എനിക്കിത് മനസ്സിലായ ഇതൊന്നും ഒരു പാട്ടുണ്ടല്ലോ. അപ്പോൾ ലാലേട്ടൻ്റെ ഒരുപാട് സുന്ദരിമാരൊക്കെ ആയിട്ടുള്ള ഒരു പാട്ട് ഷൂട്ട് ചെയ്തൊരു ഏരിയയും കൂടിയാണ് ഈ ഒരു മറീന വാക്ക് എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ഞാൻ ആ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. കമോൺ. അപ്പോൾ ഇതാണ് ഏരിയ. നമ്മുടെ ലാലേട്ടൻ KS നോവയിൽ ഒരുപാട് സുന്ദരിമാരുടെ ഒപ്പൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. കണ്ടില്ലേ, എക്സാക്റ്റ് ഏരിയ. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ പുള്ളി പറഞ്ഞ് ശരിയാണെന്ന് നോക്കിയിട്ട് നെറ്റിലടിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ തന്നെയാണ് ആക്ച്വലി ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലാലേട്ടൻ സുന്ദരിമാരുടെ ഒപ്പൊക്കെ ഡാൻസ് കളിക്കുന്ന ആ ഒരു രംഗം ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പം അങ്ങനെ നമുക്ക് എന്താ പറയുക, ലാലേട്ടനൊക്കെ വന്നൊരു ഏരിയ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ദുബായ്ക്കാരനാണ്. നമ്മളിനി കണ്ടൊക്കെ പറഞ്ഞിട്ട് ഇനി ആളിനി വന്ന് തല്ലാവോ. ഓക്കെ, ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണ് ഇവിടെ. പണ്ടൊന്നും ഞങ്ങൾ വരുമ്പോൾ ഇത്ര എനിക്ക് തോന്നുന്നു പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് ഇവിടെ. പണ്ടൊക്കെ ഞങ്ങൾ പറഞ്ഞ സമയത്ത് ഒരുപാട് നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ ഏരിയ. വേണ്ടില്ലേ, ഇപ്പോൾ ബോട്ടുകളൊക്കെ ഒരുപാട് ഇവിടെ എടുത്താണ്. എന്നാലും കുഴപ്പമില്ലാത്ത ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു.
നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ. നേരം ഇരുട്ടായി തുടങ്ങി, നമുക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് ഏകദേശം. ഈ കാണുന്നത് മറീന മാളിൻ്റെ ബാക്ക് സൈഡാണ്. മറീന മാളിൻ്റെ ഫ്രണ്ട് സൈഡ് അപ്പുറത്താണ്. നമുക്ക് ഇതിലൂടെ കറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം. അപ്പുറത്ത് ഒരുപാട് ബോട്ടുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡേ ലൈറ്റൊക്കെ ഏതാണ്ട് പോയി തുടങ്ങി. അപ്പോൾ നമുക്കിനി തിരിച്ച് നമ്മുടെ എന്താ പറയുക വീട്ടിലേക്ക് പോകേണ്ട സമയമായി. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നമുക്കിവിടെ ഏതാണ്ട് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, അതിൽ നല്ല അടിപൊളി കിടക്കാച്ച് ബോട്ടാണ് വരുന്നത്. നൈറ്റിൽ ഇവിടെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ ദുബായ് എന്താ പറയുക, പലരും പറയാറുണ്ട് നൈറ്റിലെ കാഴ്ചകളാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നുള്ളത്. കാരണം നമ്മുടെ എന്താ ക്യാമറയ്ക്ക് GoPro 9 നൈറ്റ് ലോ ലൈറ്റ് ഷൂട്ടിങ്ങിൽ ഒരുപാട് പരിമിതികളുള്ള കാരണം അതിൻ്റെ എത്രമാത്രം ബ്യൂട്ടി കറക്റ്റ് എത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇതുപോലെ ഒരുപാട് പാക്കേജ് ബോട്ടുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു വലിയ കോസ്റ്റ് ഇല്ലാത്ത ബോട്ട് സർവീസ് ഒന്നും. ഹായ്, അപ്പം നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. മറീന വാക്കിലെ കാഴ്ചകളാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത മനോഹരമായ കാഴ്ച കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു. ഞാൻ വ്ളോഗ് അവസാനിപ്പിച്ചതാണ്, പക്ഷേ രാത്രിയിലത്തെ കുറച്ച് സീനുകളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ രാത്രിയിലത്തെ. രാത്രി വളരെ മനോഹരം തന്നെയാണ് കേട്ടോ.